ഹീലിംഗ് ടച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ. മാനസിക രോഗങ്ങൾ നോക്കുമ്പോൾ വിഷാദ രോഗം ഗൗരവമുള്ള, ഇന്ന് പൊതുവെ കൂടുതലായി കാണപ്പെടുന്ന ഒരു രോഗമാണ്. ഈ രോഗത്തിൻ്റെ ഏറ്റവും വലിയ ഗുരുതരമായ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, വിഷാദ രോഗം രോഗിയെ ഒരു ആത്മഹത്യാ പ്രവണതയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ലോകത്തെ മുഴുവൻ വിഷാദ രോഗികളുടെ എണ്ണം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷാദ രോഗികൾ ഇന്ത്യയിലാണ് എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളിലും കേരളം നെഗറ്റീവായ കാര്യങ്ങൾ ഒന്നാം സ്ഥാനത്ത് വരുന്നതോടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ വിഷാദ രോഗികളുടെ എണ്ണം വളരെ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഈ വിഷാദ രോഗം ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഒരു 15 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാരുടെ ഇടയിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഏത് പ്രായക്കാരിൽ ഇത് വരാം. സ്ത്രീകളെന്നോ കുട്ടികളെന്നോ പുരുഷന്മാരെന്നുള്ള വ്യത്യാസമൊന്നുമില്ല, ആർക്കും വരാം. കുട്ടികളിലും വരുന്നുണ്ട്. അഡോൾസൻസിൻ്റെ ഇടയിൽ വരുന്ന വിഷാദ രോഗത്തിന് മാസ്ക് ഡിപ്രഷൻ നമ്മൾ പറയും. ഈ രോഗം ഒരിക്കലും ഒരു ലാബ് ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ക്ലിനിക്കൽ ടെസ്റ്റുകളാണ്. ഇതിൻ്റെ ബ്ലഡ് പരിശോധിച്ചോ സ്കാനിങ്ങോ എക്സ്റേയോ നടത്തി ഒരിക്കലും വിഷാദ രോഗത്തെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ക്ലിനിക്കൽ ടെസ്റ്റിൽ ഡോക്ടർ പേഷ്യൻറ്റിനെ മനസ്സിലാക്കി വിഷാദ രോഗിയാണോ എന്ന് തിരിച്ചറിയാനേ സാധിക്കത്തുള്ളൂ. കൂടുള്ളവർക്ക് ഒരുപക്ഷെ രോഗിയുടെ രോഗാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. അയാളുടേതായ ദിനചര്യ, സ്വഭാവം, പെരുമാറ്റമൊക്കെ കാണുമ്പോൾ വിഷാദ രോഗിയാണെന്നുള്ളത് കാണാൻ സാധിക്കും. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏതാണ്ട് മണിക്കൂറിൽ 3 പേര് വെച്ച് ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്ന പോലീസിൻ്റെ റിപ്പോർട്ട്. ഈ 3 പേരിൽ മാനസിക രോഗികളായിരിക്കും ഒരു 2 പേര്. അതിൽ വിഷാദ രോഗിയായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 70 പേരോളം ആത്മഹത്യ ചെയ്യുന്ന കൊച്ചു കേരളത്തിൽ ഒരു 50-60 പേരോളം വിഷാദ രോഗികൾ വരുന്നുണ്ടെന്നുള്ളതാണ് ഗൗരവമായ കാര്യം. ഈ വിഷാദ രോഗം കാരണം ജീവിതം തന്നെ മടുത്ത് ആത്മഹത്യയിലേക്ക് പോകുന്ന ആളുകളുടെ കണക്കാണ് ഇത് പറഞ്ഞത്. ഈ വിഷാദ രോഗത്തിൻ്റെ പ്രധാനമായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ആളുകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലത്. സ്ഥായിയായ ദുഃഖഭാവം 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കണം. ദുഃഖം നമുക്കെല്ലാവർക്കും ഉണ്ടാവും. ഒരു മരണം അല്ലെ രോഗങ്ങൾ, അപകടങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട്. പക്ഷേ സ്ഥായിയായ ദുഃഖഭാവം 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുക, വിഷാദ രോഗത്തിൻ്റെ തുടക്കമാകാം. 2, നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ലാതെ, ഒന്നിലും താല്പര്യമില്ലാതെ വിഡ്രോ ചെയ്യുന്ന ഒരവസ്ഥ. 3, വൈകാരിക പ്രതികരണം നഷ്ടപ്പെടുക. എന്ന് പറഞ്ഞാൽ എന്ത് ചോദിച്ചാലും മറുപടി പറയാൻ താമസം, ചിരിക്കാൻ കഴിയുന്നില്ല, ആരോട് സംസാരിക്കാൻ താല്പര്യമില്ല, ഈ രീതിയിലേക്ക് വിഡ്രോ ചെയ്യുന്ന ആ ഒരു സ്വഭാവം കാണിക്കുന്നു. 4, അപകർഷതാബോധം, ഒരു വാല്യൂ ഇല്ലാത്ത, സത്വമതിപ്പില്ലാത്ത മനസ്സിൻ്റെ ഭാവം. ഐ ആം ഗുഡ് ഫോർ നത്തിങ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല, എൻ്റെ ജീവിതമേ വാല്യൂ ഇല്ലാത്തതാണ്, ആ ഒരു തോന്നൽ വരിക. 5, ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യമില്ലായ്മ, ഒരു ലൈംഗിക മരവിപ്പ് അനുഭവപ്പെടുക. 6, ഉറക്കം ഒട്ടുമില്ലാത്ത അവസ്ഥ വരിക, ചിലപ്പോൾ ഉറക്കം വളരെ കൂടുക. 7, അമിത ഭക്ഷണം കഴിക്കുക, ചിലപ്പോൾ ഭക്ഷണത്തോട് താല്പര്യമില്ലാതാവുക. 8, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, വയലൻ്റ് ആവുന്ന സ്വഭാവം കാണിക്കുക. 9, ആരോടും സംസാരിക്കാനോ ഓപ്പൺ ഡിസ്കഷൻസിന് ഒന്നിനും തയ്യാറാകാതെ, എൻജോയ് ചെയ്യാൻ കഴിയാതെ ഒതുങ്ങിക്കൂടുന്ന വിഡ്രോവൽ നേച്ചർ. ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ടാണ് നമ്മളൊരു വിഷാദ രോഗിയെ തിരിച്ചറിയുന്നത്. ഇതിന് ലാബ് ടെസ്റ്റ് നടത്തിയിട്ട് കാര്യമില്ല. രോഗിയുടെ രോഗാവസ്ഥ മനസ്സിലാക്കാൻ ഡോക്ടറുമായിട്ട് ഇരുന്നുള്ള രോഗിയുടെ സംഭാഷണത്തിലൂടെ രോഗിയെ പഠിച്ചു കഴിയുമ്പോഴേ രോഗം എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. വിഷാദ രോഗത്തിന് പലവിധമായ കാരണങ്ങൾ പറയുന്നുണ്ട്. മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായിട്ട്. 1, ശാരീരിക കാരണങ്ങളാലാകാം. 2, മാനസിക കാരണങ്ങളാലാകാം. 3, സാമൂഹ്യ കാരണങ്ങളാലാകാം. ശാരീരിക കാരണങ്ങളെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ പ്രധാനമായും തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് വിഷാദ രോഗത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ അമിതമായ മദ്യപാനം, ലഹരി മരുന്നുകളുടെ ഉപയോഗം വിഷാദ രോഗത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളുടെയും ആഫ്റ്റർ ഇഫക്ട്സ്, പ്രത്യേകിച്ചും ബ്ലഡ് പ്രഷറിനൊക്കെയുള്ള റിസർപ്പിനടങ്ങിയ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ വിഷാദ രോഗം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ശാരീരിക കാരണങ്ങളാൽ വരുന്ന സോമാറ്റിക് ഡിപ്രഷൻസ് ഉണ്ട്. 2, മാനസിക കാരണങ്ങളാണ്. മാനസിക കാരണങ്ങൾ നമ്മൾ പറയുമ്പോൾ മനസ്സിനേൽക്കുന്ന ഷോക്കുകൾ, മനസ്സിന് സഹിക്കാൻ വയ്യാത്ത സംഭവങ്ങൾ, മനസ്സിനുണ്ടാകുന്ന വിഷമങ്ങൾ, ഇതൊക്കെ അധികരിച്ചാണ് വിഷാദ രോഗത്തിലേക്ക് രോഗി പോകുന്നത്.
അയാൾ ആഗ്രഹിക്കുന്ന പോലുള്ള ബന്ധങ്ങൾ ഇല്ലാതാവുക, അല്ലെ ബന്ധങ്ങളിൽ തകർച്ച വരിക, ദാമ്പത്യ ബന്ധങ്ങൾ തകരുക, ഡൈവോഴ്സ്, അതുപോലെ ലൈംഗികമായ പീഡനങ്ങൾ, റാഗിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാനസികാവസ്ഥ കൊണ്ട് ഉണ്ടാകുന്ന വിഷാദരോഗത്തിന് കാരണങ്ങളാണ്. മൂന്നാമത് സാമൂഹ്യ കാരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ബന്ധങ്ങളുടെ തകർച്ച, സൊസൈറ്റിയിൽ ഒറ്റപ്പെടുക, ആഗ്രഹിക്കുന്നവരുള്ള ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുക തുടങ്ങിയ സാമൂഹ്യ തൊഴിലില്ലായ്മ, തൊഴിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം വിഷാദരോഗത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ കൗമാരപ്രായക്കാരിലാണ് ഈ വിഷാദരോഗം തുടക്കം കുറിക്കുന്നത്. നമ്മൾ പറയാറുണ്ട്, കൗമാരത്തിൽ തുടങ്ങാത്തൊരു മാനസിക രോഗം പിന്നീട് വരാറില്ല. എന്ത് ഷോക്ക് പിന്നെ വന്നാലും അത് പെട്ടെന്ന് അങ്ങ് രോഗമില്ലാത്ത അവസ്ഥയിലോട്ട് പോകും. പക്ഷേ കൗമാരത്തിൽ ഒരു കുട്ടിക്ക് 18 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പിന്നീടുള്ള ജീവിതത്തിലായാലും ഒരു വിഷാദ രോഗിയായി മാറാൻ കാരണമായിട്ട് കാണുന്നത്. അതിലേറ്റവും പ്രധാനമാണ് സപ്രഷൻ ഓഫ് ഫീലിങ്സ്. ലൈംഗിക വളർച്ച തുടങ്ങുന്ന സമയത്ത് ലൈംഗിക ഊർജം, ലിബിഡോ പുറത്തു പോകാതെ സപ്രസ് ചെയ്ത് കിടക്കുമ്പോൾ, സബ്ലിമേഷൻ നടക്കുന്ന ആ പ്രോസസ്സ് ഇല്ലാതെ വരുമ്പോൾ അത് വിഷാദ രോഗത്തിലോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളിലൊക്കെ കാണുന്ന ഹിസ്റ്ററിക് ഡിപ്രഷൻ ആ സമയത്തുണ്ടാകുന്നതാണ്. അഡോൾസൻസിലെ അല്ലാതെ വരുന്ന ഡിപ്രഷനെ നമ്മൾ മാസ്ക് ഡിപ്രഷൻ എന്ന് പറയും. കാരണം കുട്ടിയിൽ വരുന്ന ഈ ഡിപ്രഷനെ തിരിച്ചറിയാൻ പ്രയാസമാണ്. കുട്ടിയുടെ പെരുമാറ്റ വൈകൃതമായി, സ്വഭാവ ദൂഷ്യമായിട്ടൊക്കെ പ്രായമുള്ളവർ ഇതിനെ കാണും. പക്ഷേ ഡിപ്രഷൻ്റെ തുടക്കമായിരിക്കാം. കുട്ടി അരഗൻ സ്വഭാവം കാണിക്കുക, കടുംപിടുത്തം കാണിക്കുക, മാതാപിതാക്കളോട് ദേഷ്യം കാണിക്കുക, പഠിക്കാൻ താല്പര്യമില്ലായ്മ കാണിക്കുക, സെക്സിനോട് അഡിക്ഷൻ അല്ലെ റൊമാൻസിനോടുള്ള അഡിക്ഷൻസ് കാണിക്കുക. ഇതൊക്കെ വരുമ്പോൾ സ്വഭാവ ദൂഷ്യമായി കാറ്റഗറൈസ് ചെയ്തങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് വിഷാദ രോഗത്തിൻ്റെ തുടക്കമായിരിക്കാം. അപ്പം ഇങ്ങനെ വിവിധങ്ങളായ കാരണങ്ങൾ കാരണം വിഷാദരോഗം ഉണ്ടാകുന്നു. ഈ വിഷാദരോഗത്തിൽ തന്നെ പലതരത്തിൽ വിഷാദരോഗം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വിഷാദരോഗം മറ്റു പല രോഗങ്ങളോട് ചേർന്ന് വരാം. സ്കിസോഫീനിയ അല്ലെ പാരനോയിലൊക്കെ വിഷാദാവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ബൈപ്പോളാർ ഡിപ്രഷനാണ് വിഷാദരോഗത്തിൽ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ബൈപ്പോളാർ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ മാനിക് ലെവലിലോട്ട് ചിലപ്പോഴങ്ങോട്ട് പോകും, ചിലപ്പോൾ വളരെ ഡിപ്രസ് സ്റ്റേജ് വരും. വളരെ ആക്റ്റീവായി, ഓവർ ആക്റ്റീവായിട്ട് വരുന്ന മാനിക് ലെവലിലോട്ട് പോവുക, പിന്നീട് താണു വന്ന് ഡിപ്രസ് ലെവലിലോട്ട് പോവുക. അപ്പോൾ കാണുന്നവർക്ക് തോന്നും, ഇവ വളരെ ആക്റ്റീവ് ആയിരുന്നല്ലോ, ഇപ്പോൾ എന്താ ഡിപ്രസ്ഡ് ആയി പോകുന്നത്? അതിൻ്റെ റീസൺസ് പിടി കിട്ടാതെ വരും. മാനിക് ഡിപ്രഷൻ അതുപോലുള്ളതാണ് ഹിപ്പോമാനിയ. ഹിപ്പോമാനിയ രോഗിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, ചീത്ത പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനോഭാവത്തിലാണ് ഹിപ്പോമാനിയ പോകുന്നത്. ഹിപ്പോമാനിയ പേഷ്യൻസ് എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞ്, കുറ്റം പറഞ്ഞ്, മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്ന സ്വഭാവക്കാരിക്കും. അവരുടെ ഉള്ളിലെ ആ ഡിപ്രഷൻ കാരണമാണ് അത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മദ്യപിച്ച് കഴിഞ്ഞാൽ വയലൻ്റ് ആകുന്ന ചില പേഷ്യൻസിനെ നമ്മൾ കാണാറുണ്ട്. അല്ലാത്തപ്പോൾ അവർ കുഴപ്പമില്ല. മദ്യം ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഉള്ളിലെ ആ ഡിപ്രഷൻ പുറത്തോട്ട് വരുന്നതാണ് ഈ ഡിപ്രഷൻ്റെ കാരണമായിട്ട് വരുന്നത്. ഈ ഡിപ്രഷൻ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ് ഉണ്ടായിരിക്കും. ചിലർക്ക് അഡിക്ഷൻ സെക്സിനോടായിരിക്കും. അനിയന്ത്രിതമായ സെക്സ്, യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ സെക്സിൻ്റെ പുറകെ പോകുന്ന ആളുകളെ കാണുമ്പോൾ സ്വഭാവ വൈകല്യമായിട്ട് തെറ്റിദ്ധരിക്കും. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഡിപ്രഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് അവൻ സെക്സിൻ്റെ പുറകെ അങ്ങനെ നിയന്ത്രണമില്ലാതെ പോകുന്നത്. 2, ലിക്കറിനോട് അഡിക്ഷൻ കാണും. മദ്യപാനശീലത്തിൻ്റെ ചികിത്സയ്ക്കൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കുന്നതാണ് ഡിപ്രഷൻ ഉണ്ടോ. ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അഡിക്ഷൻസ് ഉണ്ടാകും. അത് കാരണമാണ് ഈ രോഗി പോയി മദ്യപിക്കുന്നത്. മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ വയലൻ്റ് ആകും, അവൻ്റെ നിയന്ത്രണങ്ങൾ വിടും, ഏത് രീതിയിൽ പെരുമാറുന്നു എന്ന് അവന് തന്നെ പറയാൻ കാര്യത്തില്ല. അതാണ് ഡിപ്രഷൻ ഉള്ളത് കൊണ്ടാണ്. എനിക്ക് ഈ അടുത്ത സമയത്ത് വന്ന ഒരു പേഷ്യൻറ്റ്, അവർക്കൊരു ദിവസം ഒരു 10-15 പ്രാവശ്യം കഞ്ഞി കുടിക്കണം. കഞ്ഞി മാത്രം കുടിച്ചാൽ മതി, മറ്റ് ആഹാര സാധനങ്ങളൊന്നും വേണ്ട. ഇതൊരു ഡിപ്രഷനാണ്. ഒരു പ്രത്യേക ആഹാര സാധനത്തോട് അവർക്ക് തോന്നുന്ന അമിതമായ ഒരാസക്തി, ആ അഡിക്ഷൻ. ചിലപ്പോൾ ചിലർക്ക് മധുരമായിരിക്കും, കണ്ടമാനം കഴിക്കേണ്ടി വരും. ചില പ്രത്യേക ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കും. ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലോട്ട് മനസ്സ് പോയി. ലഹരി സാധനങ്ങളോട്, ഭക്ഷണ സാധനങ്ങളോട്, സെക്സിനോട്, ലിക്കറിനോട് ഇങ്ങനെയൊക്കെ തോന്നുന്ന അഡിക്ഷൻസ് ഈ ഡിപ്രഷൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എൻജിനീയറിംഗ് സ്റ്റുഡൻസ് പലരും വിഷാദ രോഗാവസ്ഥയിൽ എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വരാറുണ്ട്. കാരണം എഞ്ചിനീയറിങ്ങിനൊക്കെ ചേർന്ന് കഴിഞ്ഞ് ഒരുപക്ഷെ ആ കുട്ടി എഞ്ചിനീയറിങ്ങിന് യോഗ്യത ഇല്ലാത്തവനായിരിക്കാം, വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് വന്നതായിരിക്കാം. അവന് ആ കോഴ്സുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ സപ്ലിയുടെ എണ്ണം കൂടുമ്പോൾ, അവന് വീട്ടുകാരോട് പറയാൻ പറ്റാത്ത അവസ്ഥ, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഡിപ്രഷനിലോട്ട് പോകുന്നു. കൂടുതൽ കാറ്റഗറി വരുന്നത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൽ നിന്നാണ് ഡിപ്രഷൻ പേഷ്യൻസിന്. പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിലും എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ സെലക്ഷനിലൊക്കെ വരുന്ന അപാകതകളാണത്. ഈ അടുത്ത സമയത്ത് തന്നെ ഒരു ചെറുപ്പക്കാരൻ എഞ്ചിനീയറിംഗ് കോഴ്സിന് ചേർന്നിട്ട് അവന് 1 വർഷം പോലും പൂർത്തിയാക്കിയില്ല. അവന് കോളേജിൽ പോകാൻ വയ്യ.
അവൻ ആ കോഴ്സുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. കാരണം സപ്ലി വന്നപ്പോഴേക്കും അവൻ നിരാശനായി. കാരണം ഇന്ന് വരെ ജീവിതത്തിൽ അവൻ തോറ്റിട്ടില്ല ഒന്നിനും. പക്ഷേ എഞ്ചിനീയറിംഗിൽ ചേർന്ന് കഴിഞ്ഞ് അവൻ തോറ്റു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ആ സെൽഫ് എസ്റ്റീം തകർന്ന് വിഷാദ രോഗത്തിലോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് കോളേജിൽ പോകാൻ അവന് മടിയാണ്. ഇങ്ങനെ സ്കൂളിൽ പോകാൻ മടിക്കുന്ന, കോളേജിൽ പോകാൻ മടിക്കുന്ന കുട്ടികളുണ്ട്. ഡിപ്രഷൻ ആയിരിക്കാം കാരണം. നമ്മളത് ശ്രദ്ധിക്കുക. പിന്നീട് മയക്കുമരുന്നിൻ്റെ ഉപയോഗം. എനിക്ക് അടുത്ത സമയത്ത് തന്നെ ചെന്നൈയിൽ നിന്നും സേലത്തു നിന്നും കോയമ്പത്തൂരിൽ നിന്നൊക്കെ ചെറുപ്പക്കാർ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നിരുന്നു. മയക്കുമരുന്നിൻ്റെ അമിതമായ ഉപയോഗം കാരണം വിഷാദ രോഗത്തിലേക്ക് പോകുന്നുണ്ട്. അവർ വയലൻ്റ് ആകും. നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും, പഠിക്കാൻ നല്ല കഴിവൊക്കെ ഉണ്ട്. പക്ഷേ വിഷാദ രോഗം വന്നു കഴിഞ്ഞാൽ മെമ്മറി ശരിക്ക് കിട്ടത്തില്ല, കോൺസെൻട്രേഷൻ കിട്ടത്തില്ല, ഗ്രാസ്പിങ് കിട്ടത്തില്ല, പഠനം ഉഴപ്പിപ്പോവും. നല്ല ഇൻ്റലിജൻ്റ് ആയിരിക്കും, പക്ഷേ വിഷാദ രോഗം അവരുടെ പഠനത്തിന് തടസ്സമായിട്ട് വരുന്നുണ്ട്. ഈ രീതിയിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ പലവിധമായ കാരണങ്ങൾ കൊണ്ടും വിഷാദ രോഗം വർദ്ധിച്ച് വരികയാണ്. ഇതിനുള്ള ശരിയായ ചികിത്സ എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചികിത്സയെപ്പറ്റി പറയുമ്പോൾ വിഷാദ രോഗം 4 സ്റ്റേജിലാണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് വരുമ്പോൾ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ചെറിയ തോതിലൊക്കെ കാണിക്കും. ആ സമയത്ത് ഒരു മരുന്നിൻ്റെയും ആവശ്യമില്ല. ഈ രോഗിയെ സൈക്കോതെറാപ്പി അല്ലെ മനഃശാസ്ത്ര ചികിത്സ കൊണ്ട് മാത്രം ഭേദമാക്കാൻ സാധിക്കും. പലപ്പോഴും ഫസ്റ്റ് സ്റ്റേജിൽ രോഗിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല. ഒന്ന് പക്ഷേ രോഗി അത് അറിയുന്നില്ല, കൂടുള്ളവരറിയുന്നില്ല. ഈ രോഗി സെക്കൻഡ് സ്റ്റേജിലോട്ടൊക്കെ കയറി കഴിയുമ്പോൾ ഉറക്കത്തിന് പ്രശ്നങ്ങൾ, വയലൻസ്, ചെറിയ തോതിൽ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ പതിയെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാനായിട്ട് പോകും. പലപ്പോഴും രോഗം തുടങ്ങുമ്പോഴേ സൈക്യാട്രിസ്റ്റിനെ ആയിരിക്കുകയല്ല, മറ്റ് അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെയും പുറകെ ആയിരിക്കും ആദ്യം പോകുന്നത്. അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് മരുന്ന് ചികിത്സയിലോട്ട് കയറും. പക്ഷേ അവിടെയും നിൽക്കുന്നില്ല. മരുന്ന് ചികിത്സ എന്ന് പറയുമ്പോൾ അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമേ രോഗിക്ക് കിട്ടുന്നുള്ളൂ. രോഗം മനസ്സിലാണ് അത് അവിടെ കിടക്കുന്നു. വീണ്ടും തേർഡ് സ്റ്റേജിലോട്ട് കയറുന്നു. തേർഡ് സ്റ്റേജിലോട്ടൊക്കെ കയറി കഴിയുമ്പോൾ കുറേ കൂടെ വഷളാവുകയാണ് രോഗിയുടെ അവസ്ഥ. പിന്നുള്ളതാണ് ഫൈനൽ സ്റ്റേജ്, ടെർമിനൽ സ്റ്റേജ്. ടെർമിനൽ സ്റ്റേജ് വരുമ്പോഴാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. രോഗിക്ക് ലോകത്തെ തന്നെ വെറുക്കുകയാണ്. ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും എന്നെ അംഗീകരിക്കുന്നില്ല, ഒറ്റപ്പെട്ടു പോകുന്ന മനസ്സിൻ്റെ അവസ്ഥ വരുമ്പോൾ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിതം തീർത്താൽ മതി. അങ്ങനെയാണ് ആത്മഹത്യകൾ പലതും ഉണ്ടാകുന്നത്. നമ്മൾ നോക്കുമ്പോൾ, പുറമേ നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ കാരണം ഈ വിഷാദ രോഗമാണ്. അവരങ്ങ് ഒറ്റപ്പെടുകയാണ് ജീവിതത്തിൽ. അവർക്കൊരു സന്തോഷമില്ല, അവർക്കൊരു അംഗീകാരം എങ്ങൊന്നും കിട്ടുന്നില്ല, ആരും അവരെ മനസ്സിലാക്കുന്നില്ല. അവരനുഭവിക്കുന്ന വേദന അതിഭയങ്കരമാണ്. കാരണം ഒരു ഫിസിക്കൽ പെയിൻ ആണെങ്കിൽ ഒരളവ് വരെ നമുക്ക് സഹിക്കാൻ സാധിക്കും. പക്ഷേ സൈക്കോളജിക്കൽ പെയിൻ, മനസ്സിന് വരുന്ന വേദന സഹിക്കാൻ സാധ്യമല്ല. കാരണം അത് മറ്റാരോടും പറയാൻ പറ്റില്ല, ആരോടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, ആരും അത് മനസ്സിലാക്കുന്നില്ല. ഈ അവസ്ഥ വരുമ്പോഴാണ് രോഗി ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ച് ആത്മഹത്യയിലോട്ട് പോകുന്നത്. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ. വിഷാദ രോഗത്തിൻ്റെ ഏറ്റവും ഗൗരവമായ അവസ്ഥ അതാണ്. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ശരിയായ ചികിത്സ രോഗിക്ക് സമയത്ത് തന്നെ കിട്ടണം. ശരിയായ ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകളുടെ ഒരു ബോധവൽക്കരണം അവിടെ ആവശ്യമുണ്ട്. വിഷാദ രോഗം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മരുന്ന് മാത്രമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളെ കാണാൻ സാധിക്കും. അത് തെറ്റായ ചികിത്സയാണ്. എൻ്റെ അടുത്ത് വരുന്ന പല രോഗികളും സൈക്കോതെറാപ്പി ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് 15ഉം 20ഉം വർഷമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ്. രോഗത്തിന് യാതൊരു മാറ്റവുമില്ല. അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് സാധാരണ ഒരാളിനെ പോലെ പ്രവർത്തിക്കാൻ, അവർക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നില്ല. മരുന്ന് സെഡേറ്റ്, ആൻറ്റി ഡിപ്രസൻസ് നല്ലതാണ് ഒരളവ് വരെ. ചെറിയ തോതിൽ മരുന്ന് കൊടുത്തുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് രോഗിക്ക് വേണ്ടുന്നത് മനഃശാസ്ത്ര ചികിത്സയാണ്, സൈക്കോതെറാപ്പിയാണ് വേണ്ടുന്നത്. അതൊരു സൈക്കോതെറാപ്പിസ്റ്റാണ് ചെയ്യേണ്ടത്. ആ ചികിത്സ നമ്മുടെ രോഗികൾക്ക് പലർക്കും കിട്ടാതെ പോകുന്നത് കൊണ്ടാണ് വിഷാദ രോഗം ചികിത്സിച്ച് ഭേദമാക്കാതെ വിഷാദ രോഗി എന്നും വിഷാദ രോഗിയായി കിടന്നു പോകുന്നത്. ഈ സൈക്കോതെറാപ്പിയെ പറ്റിയോ മനഃശാസ്ത്ര ചികിത്സയുടെ മറ്റു ഭാഗങ്ങളെ പറ്റിയോ ജനങ്ങൾക്ക് ബോധവൽക്കരണം കുറവാണ്. സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് 100-150 പേർ ഒരു ദിവസം ചെന്നിരിക്കുമ്പോൾ അദ്ദേഹം 2-3 മിനിറ്റ് കൊണ്ട് അതിൻ്റെ സിംറ്റംസ് ഒക്കെ കേട്ടിട്ട് ഉറക്കമില്ലെങ്കിൽ അതിനുള്ള മരുന്ന് കൊടുക്കും, വയലൻസ് ആണ് അത് നിയന്ത്രിക്കാനുള്ള മരുന്ന് കൊടുക്കും, ആത്മഹത്യാ പ്രവണതയുണ്ട് അതിനുള്ള മരുന്ന് കൊടുക്കും. അതിനപ്പുറം മനസ്സിൻ്റെ ഭാഗത്തെ ശ്രദ്ധിച്ച് അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള സമയം അവർക്ക് കിട്ടുന്നില്ല. അത് അവരുടെ കുഴപ്പമല്ല, മരുന്ന് ചികിത്സയുടെ തകരാറല്ല അത്. കാരണം ആ മേഖലയിൽ അത്രയേ അത് ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനപ്പുറം രോഗിക്ക് ഈ രോഗം വരാനുള്ള കാരണം പെട്ടെന്നൊരു ദിവസമോ ഒരു പ്രത്യേക ഒരു മാസം കൊണ്ടോ വന്ന രോഗമല്ല.
പലവിധമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന് രോഗിയുടെ മനസ്സിന്റെ ഭാവഭേദമാണ് ഈ രോഗം. അതിനെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി രോഗിയുടെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി, അയാളുടെ മനസ്സിന്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ വരുത്തി, പ്രോസസ്സിങ് നന്നായിട്ട് ചെയ്ത് മനസ്സിനെ കണ്ടീഷൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് സൈക്കോതെറാപ്പി. അത് സമയമെടുക്കുന്നതാണ്. എൻ്റെ അടുത്ത് എനിക്ക് 2 ക്ലിനിക്കുകൾ പന്തളത്തും ചിറയൻകീഴും ഉണ്ട്. അവിടെ വരുന്ന പേഷ്യൻസ് നമ്മൾ ഒരു ദിവസം 5 പേരിൽ കൂടുതൽ നമ്മൾ എടുക്കത്തില്ല. ഒരു 1:5 റേഷ്യോയിൽ മാത്രമേ അത് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ 100-150 പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് അത് ചെയ്യാനൊക്കത്തില്ല. കാരണം സമയമെടുക്കും. 1.5 മണിക്കൂറെങ്കിലും ഒരു സെഷൻ എടുക്കും. രോഗിയുമായി നല്ലൊരു റാപ്പോർട്ട്, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി, രോഗിയെ ശരിക്കും മനസ്സിലാക്കി, രോഗിയുടെ വിശ്വാസം പിടിച്ചു പറ്റി, അവൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കേട്ട് രോഗിയും ഡോക്ടറുമായി നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി, അവൻ്റെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തി, അവൻ്റെ മനസ്സിനെ കണ്ടീഷൻ ചെയ്ത്, അവൻ്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ വരുത്തി, അവൻ്റെ സാഹചര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതെല്ലാം മാറ്റിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ വിഷാദരോഗത്തെ ചെറുത്ത് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. വിഷാദരോഗം ഫിസിക്കൽ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ തലച്ചോറിലെ ഡോപ്പോമിൻ, സെറാറ്റോണിൻ 2 ന്യൂറോ കെമിക്കലുകളുടെ വേരിയേഷനാണ് കാണിക്കുന്നത്. നമ്മുടെ തലച്ചോറിനകത്ത് ഏതാണ്ട് 100ഓളം ന്യൂറോ കെമിക്കലുകളുണ്ട്. ഈ ന്യൂറോ കെമിക്കലുകളാണ് നമ്മുടെ വിചാര വികാര ചിന്തകളെ എല്ലാം നിയന്ത്രിക്കുന്നത്. അതിന് ഡിസ്റ്റർബൻസ് വരുമ്പോഴാണ് മനസ്സുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. ശാരീരിക തലത്തിലോട്ടൊക്കെ അത് ഇറങ്ങുന്നത് ആ സമയത്താണ്. അപ്പോൾ ഈ ഡോപ്പോമിനെയും സെറാറ്റോണിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടർ മനസ്സാണെന്നുള്ളതാണ് മനഃശാസ്ത്രം പറയുന്നത്. ആ മനസ്സിന് വേണ്ടുന്ന ചികിത്സകൾ കൊടുക്കാതെ മരുന്നിൻ്റെ ലെവലിൽ മാത്രം ചികിത്സ പോകുമ്പോൾ താൽക്കാലിക ആശ്വാസം മാത്രമേ രോഗി കിട്ടുന്നുള്ളൂ. അവനൊന്ന് ഉറങ്ങുന്നുണ്ടാവും. സെഡേറ്റീവ് മെഡിസിൻസിൻ്റെ എണ്ണം കൂട്ടുന്തോറും അവനങ്ങ് മരവിക്കുകയാണ്. ആ മരവിപ്പ് മാത്രമേ അവന് കിട്ടുന്നുള്ളൂ. അവൻ യഥാർത്ഥമായിട്ടൊരു സാധാരണ ആളിനെ പോലെ ജീവിക്കാനുള്ള അവനുള്ള എനർജി, ഊർജ്ജം അവന് കിട്ടുന്നില്ല. അവൻ തളർന്നു പോവുകയാണ്. അവൻ ഉൾവലിയുകയാണ്. പതിയെ അവൻ്റെ സ്റ്റേജുകൾ മാറി 4th സ്റ്റേജ് അല്ലെങ്കിൽ ടെർമിനൽ സ്റ്റേജിലേക്ക് അവൻ പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അത് ശരിയായ ട്രീറ്റ്മെൻ്റ് അല്ല. ഇവിടെ രോഗിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരുപക്ഷെ മരുന്ന് തരുന്ന ഡോക്ടർ ആ ഭാഗം, മരുന്നിൻ്റെ ഭാഗം മാത്രമേ നോക്കുകയുള്ളൂ. രോഗിയാണ് അവിടെ എഡ്യൂക്കേറ്റഡ് ആവേണ്ടത്. എൻ്റെ രോഗം മാറണമെങ്കിൽ ഇത് മാത്രം പോരാ, എൻ്റെ മനസ്സിനോട് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. എൻ്റെ ബന്ധങ്ങളിൽ കുഴപ്പങ്ങളുണ്ടോ, എൻ്റെ സാഹചര്യത്തിൽ കുഴപ്പങ്ങളുണ്ടോ, എൻ്റെ തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടോ, അതൊക്കെ ഡോക്ടറോട് പറഞ്ഞ് അവിടെയൊക്കെ കറക്ഷൻസ് വരുത്തി സോഷ്യൽ തെറാപ്പി കൂടെ വന്നെങ്കിൽ മാത്രമേ രോഗിയുടെ പ്രശ്നങ്ങൾ തീരത്തുള്ളൂ. ഇപ്പോൾ സംഘർഷമുള്ള ഒരു വീട്ടിലെ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ കുറേ മരുന്ന് മാത്രം കൊടുത്തു വിട്ടുകൊണ്ട് അയാളുടെ മനസ്സിന് യാതൊരു മാറ്റവും വരികയില്ല. അയാൾ ചെല്ലുന്ന അന്തരീക്ഷം നെഗറ്റീവായിരിക്കും. അത് വീണ്ടും രോഗം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ഒരു MBBS സ്റ്റുഡൻറ്റ് വന്നപ്പോൾ വിഷാദ രോഗവുമായിട്ടാണ് വന്നത്. ഞാൻ ആ കുട്ടിയുടെ വീട്ടിലെ സാഹചര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫാദർ ഒരു ഡോക്ടറാണ്. ആ വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് കണ്ടാണ് ഈ കുട്ടി വളർന്നു വന്നത്. അച്ഛൻ ക്ലിനിക്കിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അന്നേരം മുതൽ അമ്മയുമായിട്ടുള്ള വഴക്കും പ്രശ്നങ്ങളും ഉറങ്ങുന്നത് വരെ കുട്ടി കണ്ട് വളർന്നു വന്ന് പതിയെ ആ കുട്ടി വിഷാദ രോഗത്തിലോട്ട് മാറുകയായിരുന്നു. ഇന്ന് പല ഭവനങ്ങളിലെ അന്തരീക്ഷം അതാണ്. റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയി കഴിയുമ്പോൾ വീടിനകത്ത് വരുന്ന സംഘർഷം അത് വിഷാദ രോഗം ഉണ്ടാക്കാൻ ഒത്തിരി സഹായിക്കുന്നുണ്ട്. എനിക്ക് ഈ അടുത്ത സമയത്തായിട്ട് വന്ന പല ചെറുപ്പക്കാരുടെയും വിഷാദ രോഗത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ നോക്കിയപ്പോൾ വീട്ടിലെ അന്തരീക്ഷം തന്നെയാണ് കാരണം. അച്ഛനും അമ്മയും തമ്മിൽ സംസാരിച്ചിട്ട് 25 വർഷമായ ഒരു ഭവനം, അവിടുത്തെ കുട്ടിയെ വിഷാദ രോഗത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. എങ്ങനെയായിരിക്കും ആ വീട്ടിലെ അന്തരീക്ഷം നമുക്ക് ഊഹിക്കാവുന്നതല്ല. അച്ഛനും അമ്മയും 2 മുറിയിൽ കിടന്നുറങ്ങുന്ന, അച്ഛനും അമ്മയും തമ്മിൽ സംസാരമില്ലാത്ത, അച്ഛനും അമ്മയും തമ്മിൽ സ്നേഹമില്ലാത്ത വീടുകളിൽ വളരുന്ന കുട്ടികൾ, ആ കുട്ടികളുടെ മാനസികാവസ്ഥ, അവർക്കുണ്ടാകുന്ന ആ സംഘർഷം അവരെ വിഷാദ രോഗത്തിലോട്ട് കൊണ്ടുപോകും. ഇതിനൊക്കെ പരിഹാരം കാണണം. ഇതൊന്നും നോക്കാതെ മരുന്ന് മാത്രം കൊടുത്തതുകൊണ്ടോ കുറേ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഒരിക്കലും രോഗി രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. അതിനാവശ്യം സമഗ്രമായ ചികിത്സയാണ്. ശരീരവും മനസ്സും സാഹചര്യവും. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹോർമോൺസ് എല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം. തൈറോയ്ഡ് പോലുള്ള ഹോർമോൺസ് കറക്റ്റ് ആകണം. ശരിയായിട്ടുള്ള ന്യൂട്രീഷൻസ് കിട്ടണം. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എക്സസൈസുകൾ കിട്ടണം. അതോടൊപ്പം തന്നെ മനസ്സിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരണം. സൈക്കോതെറാപ്പിയിലൂടെ അവൻ്റെ ചിന്തകളെ നമ്മൾ സ്ട്രീം ലൈൻ ചെയ്യണം. അവൻ്റെ ചിന്തകൾ ഡിസോർഡേഡ് ആയിട്ട് കിടക്കുകയായിരിക്കും. ഡിസോർഡേഡ് കിടക്കുന്ന അവൻ്റെ ചിന്തകളെ സ്ട്രീം ലൈൻ ചെയ്ത് ലെവലിൽ കൊണ്ടുവരണം. അവൻ്റെ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് മാറ്റിയെടുക്കണം. അവൻ്റെ ജീവിതത്തിലുള്ള സമീപനം മൊത്തത്തിൽ മാറ്റം വരുത്തണം. അതുപോലെ തന്നെ അവൻ്റെ സാഹചര്യങ്ങൾ, എൻവയോൺമെൻറ്റിൽ എന്തൊക്കെയാണ് നെഗറ്റീവായിട്ടുള്ളത് അതിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ ഡോക്ടർ സഹായിക്കണം.
അവനെ ചികിത്സിക്കുന്ന തെറാപ്പിസ്റ്റ് സഹായിക്കണം. എങ്കിൽ മാത്രമേ ഈ പേഷ്യൻറ്റിനെ സാധാരണ ജീവിതത്തിലോട്ട് കൊണ്ടുവരുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പലരും ഭയക്കുന്നത്. ഡിപ്രഷൻ രോഗം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് മാറത്തില്ല എന്നുള്ള തെറ്റായ ധാരണകളുണ്ട്. പക്ഷേ ശരിയായ തോതിൽ സൈക്കോതെറാപ്പി ചെയ്ത് അത്യാവശ്യത്തിന് മരുന്നും കഴിച്ച് ശരിയായ മാറ്റങ്ങൾ സാഹചര്യങ്ങളൊക്കെ വരുന്ന പേഷ്യൻസ് എല്ലാവരും റിക്കവർ ചെയ്ത് പോകുന്നുണ്ട്. അറിവില്ലായ്മ കൊണ്ട്, ബോധവൽക്കരണം ഇല്ലാത്തതുകൊണ്ട് പല രോഗികളും ഇപ്പോഴും നിത്യമായും രോഗത്തിൽ കഴിയുന്നവരാണ്. തെറ്റായ ട്രീറ്റ്മെൻറ്റ് അല്ലെ തെറ്റായ ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് ഇതൊരു തീരാ രോഗമായി പലരും വിഷാദ രോഗത്തെ കാണുന്നത്. എങ്ങനെ ശ്രദ്ധിച്ചാൽ വിഷാദ രോഗം വരാതിരിക്കാം? വിഷാദ രോഗം വരുന്നതിന് ഒരു കാരണം ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നത്. ഒരു 16% ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് വിഷാദ രോഗത്തിനുണ്ട്. അത് നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ അതിലുപരി 84% അവൻ വളർന്നു വരുന്ന സാഹചര്യമാണ്. അച്ഛനോ അമ്മയ്ക്കോ വിഷാദ രോഗമുണ്ട് എന്ന് കരുതി കുട്ടികൾക്ക് വിഷാദ രോഗം വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ വരാനുള്ള സാധ്യതയുണ്ട്. അവൻ വളർന്നു വരുന്ന സാഹചര്യം നെഗറ്റീവ് ആണെങ്കിൽ ആ കുട്ടികൾക്ക് മാനസിക രോഗം, വിഷാദ രോഗം തന്നെ വേണമെന്നില്ല, മറ്റു മാനസിക രോഗങ്ങളും വരാനുള്ള സാധ്യത. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഗ്രഹാന്തരീക്ഷം ശരിയാക്കുക എന്നുള്ളതാണ്. സംഘർഷമുള്ള ഗ്രഹാന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളാണ് വിഷാദ രോഗമെന്ന് മാത്രമല്ല മറ്റെല്ലാ മാനസിക രോഗങ്ങളുടെ ഉറവിടം അവിടെയാണ്. അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളുമായിട്ടുള്ള ബന്ധം, തുറന്നുള്ള സംസാരം, ഓപ്പൺ ഡിസ്കഷൻസിനോടൊപ്പം തന്നെ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ ഇറക്കി വയ്ക്കാനുള്ള അത്താണിയായി കുടുംബാന്തരീക്ഷം മാറുമ്പോൾ മനസ്സിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയാണ്. ഓപ്പൺ ഡിസ്കഷൻസ് വേണം, ഫ്രീ ടൈം വേണം. നമുക്കിന്ന് ചെറുപ്പക്കാർക്കൊക്കെ ആണെങ്കിലും ഫ്രീ ടൈം ഇല്ല. പല കാര്യങ്ങളും, പഠിക്കുന്ന കുട്ടിയായാലും ജോലി ചെയ്യുന്ന ആളായാലും ടൈറ്റാണ് ഷെഡ്യൂൾസ്. അവർ കൂടുതലും ആശ്രയിക്കുന്ന മെഷീൻസിനെ ആയിരിക്കും. ഇൻ്റർനെറ്റ്, ഫേസ്ബുക്ക്, മൊബൈൽ തുടങ്ങിയ മെഷീൻസിൽ മാത്രമേ ആശ്രയമുള്ളൂ. വ്യക്തിബന്ധങ്ങൾ തകരാറിലാവുകയാണ്. വീടിനകത്തും പുറത്തും വ്യക്തിബന്ധങ്ങൾ തകരാറിലാവുമ്പോൾ മനസ്സിനെയാണത് ബാധിക്കുന്നത്. നമ്മൾ പറയാറുണ്ട്, ബന്ധങ്ങൾ എന്ന് പറയുന്ന ഒരു ഷോക്ക് അബ്സോർബറാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് വരുന്ന സ്ട്രെസ്സായാലും ടെൻഷനായാലും വിഷാദമായാലും ഇതിനെല്ലാം അബ്സോർവ് ചെയ്യുന്ന ഷോക്ക് അബ്സോർബറാണ് നല്ല ബന്ധങ്ങൾ. കുടുംബ ബന്ധങ്ങൾ ശക്തമാണെങ്കിൽ അതൊരു വലിയ ഷോക്ക് അബ്സോർബറായിരിക്കും. അതുപോലെ തന്നെ സൗഹൃദങ്ങൾ, പുറത്തിറങ്ങിയുള്ള സൗഹൃദങ്ങൾ, നല്ല കൂട്ടുകാർ, നല്ല വർക്കിംഗ് കണ്ടീഷൻസ്, ഇവിടെയൊക്കെ നമുക്ക് ടെൻഷൻ അല്ല സ്ട്രെസ് വരുമ്പോൾ അതിനെ അബ്സോർബ് ചെയ്യാൻ ഈ നല്ല ബന്ധങ്ങൾ സഹായിക്കും. അപ്പം നല്ല ബന്ധങ്ങൾ വേണം. അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസ്മെൻ്റ് ഉണ്ടാകാതെ നോക്കണം. പല പെൺകുട്ടികളുടെയും കേസ് സ്റ്റഡി നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് കൗമാരത്തിലൊക്കെ ഉണ്ടായ അവരുടെ സെക്ഷൽ അബ്യൂസ്മെൻ്റ് ആണ് പിന്നീട് അത് ഡിപ്രഷൻ രോഗമായിട്ടൊക്കെ മാറുന്നത്. അതുപോലെ ഹോമോസെക്ഷാലിറ്റി പെട്ടയാളിനെ സംബന്ധിച്ചിടത്തോളം സമൂഹം എൻ്റെ ഹോമോസെക്ഷാലിറ്റി തിരിച്ചറിയുമോ എന്നുള്ള ആ ഉത്കണ്ഠ അവരെ വിഷാദ രോഗത്തിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ സെക്ഷൽ ഡിസോർഡേഴ്സ്, സെക്ഷൽ അബ്യൂസ്മെൻറ്റുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. നല്ല റിലേഷൻഷിപ്പ് എല്ലാവരുമായിട്ടുണ്ടാക്കുക. ഗ്രഹാന്തരീക്ഷം എപ്പോഴും ശാന്തവും സന്തോഷകരവും ഓപ്പണായിട്ടുള്ളതുമാകുക. ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ വിഷാദ രോഗത്തെ വലിയൊരളവ് വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. പിന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, വലിയ വലിയ മോഹങ്ങളും ഒക്കെയായിട്ട് തിരക്ക് പിടിച്ച് ഓടുമ്പോൾ അത് നടക്കാതെ വരുമ്പോൾ വരുന്ന നിരാശ, ഉത്കണ്ഠ നമ്മളെ പതുക്കെ വിഷാദ രോഗത്തിലോട്ട് തള്ളിവരും. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ്റെ ആ ഓട്ടം നമുക്ക് കാണാൻ സാധിക്കും. ഒന്നിലും അവർ തൃപ്തരല്ല. പഠനകാര്യത്തിലായാലും ജോലി കിട്ടുന്ന കാര്യത്തിലായാലും തൃപ്തിയില്ലാതെ ഓടുമ്പോൾ അത് ഉത്കണ്ഠയുണ്ടാക്കും, വിഷാദ രോഗത്തിലേക്ക് വരെ തള്ളിവിടും. അതൊക്കെ കളഞ്ഞുള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച് നല്ല റിലേഷൻഷിപ്പിൽ മനസ്സിനെ ഊന്നി സ്വസ്ഥമാക്കുകയാണെങ്കിൽ വിഷാദ രോഗത്തിൽ നിന്ന് ഒരളവ് വരെ നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും. അഥവാ വിഷാദ രോഗത്തിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാൽ തന്നെ അതിന് ശരിയായ ചികിത്സ എടുത്താൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മാറ്റം വരുത്താൻ സാധിക്കും. സൈക്കോതെറാപ്പി തന്നെയാണ് അതിനേറ്റവും അഭികാമ്യമായ ചികിത്സ. മരുന്നിൻ്റെ സഹായത്തോടെ സൈക്കോതെറാപ്പി ചെയ്ത് മനസ്സിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തെടുത്ത് കണ്ടീഷൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിഷാദ രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും.